السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 126 മാഉ സംസമിൻ്റെ പ്രത്യേകതകൾ അറിയിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ 2 ഹദീസുകൾ മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എടുത്തുദ്ധരിക്കുന്നത് കാണും. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സുപ്രസിദ്ധമായ ഹദീസാണല്ലോ മാഉ സംസമ ലിമാ ശുരിബ ലഹു. ഈ ഹദീസ് തുഹ്ഫയിലും നിഹായയിലും മുഗ്നിയിലും അങ്ങനെ തുടങ്ങി എല്ലാ ഫിഖ്ഹിൻ്റെ കിതാബുകളിലും നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിലും അതുപോലെ മറ്റു പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലും നൽകിയ അർത്ഥം മൻ ശരിബഹു ലി ഹാജത്തിൻ നാലഹ, എന്തൊരു ഉദ്ദേശ്യം ഒരാവശ്യം വെച്ചുകൊണ്ട് സംസം കുടിച്ചുവോ അത് സാധ്യമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്കടിസ്ഥാനത്തിൽ വഖദ് ജറബൽ ഉലമാഉ വസ്വാലിഹൂന ലിഹാജാത്തിൻ ഉഖ്റവിയ്യ വദുനിയവിയ്യ, ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാരും സച്ചരിതരായ ആളുകളും ഉഖ്റവിയും ദുനിയവിയുമായ വിവിധ ആവശ്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് സംസം കുടിച്ചപ്പോൾ ഫനാലൂഹ ബിഹംദില്ലാഹി തആല വഫദ്ലിഹി, അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അവർക്ക് ആ കാര്യം സാധിച്ചു എന്നുള്ളതാണ്. അതാണ് അനുഭവം, അതാണ് ചരിത്രം. ഇവിടെ നിഹായയുടെ വിശദീകരണ ഗ്രന്ഥത്തിൽ അലീഫ് ശിബ്റാമുൽ ലസി എഴുതുന്നത് കാണും, ഹുവ ശാമിലുൽ ലിമാ ലൗ ശരിബഹു ഫീ ഗൈരി മഹല്ലിഹി. സംസം കുടിച്ചാൽ എന്ത് ഉദ്ദേശിച്ചുവോ അത് സാധിക്കും എന്ന് പറഞ്ഞത് ആ ഹറം ഷരീഫിൽ വെച്ച് അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ വെച്ച് കുടിച്ചവർക്ക് മാത്രമല്ല, എവിടെ വെച്ച് കുടിച്ചാലും ആ കാര്യം സാധ്യമാകും എന്ന് തന്നെയാണ്. മറ്റൊരു ചർച്ചയുള്ളത്, മറ്റൊരാളുടെ കാര്യം സാധിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ സംസം കുടിച്ചാലോ? വയുഹ്തമലു തഅദ്ദി ദാലിക ഇലൽ ഗൈർ ഫഇദാ ശരിബഹു ഇൻസാനുൻ ബിഖസ്ദി വലദിഹി വഅഖീഹി മസലൻ ഹസല ലഹു ദാലിക്കൽ മത്ലൂബ് വലാ മാനിഅ മിൻഹു ഇദാ ശരിബഹു ബിനിയ്യത്തിൻ സ്വാദിഖ. ഉജൈരിമിയിലും അതുപോലെ നിഹായയുടെ വിശദീകരണത്തിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും, മറ്റൊരുത്തൻ്റെ ഉദ്ദേശ്യം വെച്ചുകൊണ്ട് ഒരാൾ സംസം കുടിച്ചാൽ ആ ഉദ്ദേശ്യവും അയാൾക്ക് സാധിച്ചു കിട്ടും. അങ്ങനെ അപരൻ്റെ ഉദ്ദേശ്യം സാധിക്കാൻ വേണ്ടി ഒരാൾ സംസം കുടിച്ചാൽ അത് സാധിച്ചു കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ടെങ്കിലും അതുവരെ സാധിക്കും എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ ഏറെയുണ്ട്. ചുരുക്കത്തിൽ മാഉ സംസം എന്ത് ഉദ്ദേശ്യം വെച്ചുകൊണ്ടാണോ കുടിക്കുന്നത് ആ ഉദ്ദേശ്യം സഫലമാകും എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തെ ഒരു പ്രത്യേകത അറിയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാഉ സംസമ ത്വആമു ത്വഅമിൻ വശിഫാഉ സഖമിൻ. സംസം എന്നുള്ളത് അതൊരു ഭക്ഷണമാണ്, അതുപോലെ ഔഷധവുമാണ്. ഭക്ഷണമാണ് എന്ന് പറഞ്ഞാൽ ഐ തശ്ബിഉ ശാരിബഹ കമാ യശ്ബിഉഹു ത്വആം. ഇമാം
നവവി റളിയല്ലാഹു തആല ശർഹ് മുസ്ലിമിൽ കൊടുത്ത വ്യാഖ്യാനമാണ്. സാധാരണ ഭക്ഷണം വയറ് നിറക്കുന്നത് പ്രകാരം മാഉ സംസം അത് കുടിക്കുന്നയാൾക്ക് വയറു നിറച്ചു കൊടുക്കും. മഹാനായ അബൂദർനിൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണും, അദ്ദേഹം ഒരു മാസക്കാലം മക്കയിൽ താമസിച്ചപ്പോൾ യാതൊരുവിധ ഭക്ഷണവുമില്ലാതെ കഴിഞ്ഞപ്പോൾ സംസം മാത്രം കുടിച്ചാണ് അദ്ദേഹം ജീവിച്ചത്. ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് തുഹ്ഫയിൽ എഴുതുന്നത് കാണും, ഐ ഫീഹാ ഖുവ്വത്തുൽ ഇഖ്തിദാ ലിൽ അയ്യാമിൽ കസീറ, പെരുത്തു ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാതെ എന്നാൽ ഭക്ഷണം കഴിച്ച അതേ ശക്തി ലഭിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും മാഉ സംസം കുടിച്ചാൽ എന്നു മാത്രമല്ല അതൊരു വസ്തുതയാണ്. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് അങ്ങനെ അനുഭവമുണ്ട്. അദ്ദേഹം ഒരു മാസക്കാലം ഒന്നും കഴിക്കാതെ സംസം മാത്രം കുടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറ് നിറഞ്ഞു, വിശപ്പടങ്ങി എന്നു മാത്രമല്ല ബൽനമാ ലഹ്മുഹു വസാദ സിമനുഹു, അദ്ദേഹത്തിന് തടി കൂടുകയും പുഷ്ടിയുണ്ടാവുകയും എല്ലാം ചെയ്തു എന്ന് തുഹ്ഫയിൽ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു എഴുതി വെക്കുന്നത് കാണും. അപ്പോൾ ഭക്ഷണത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു മാഉ സംസം, അപ്രകാരം തന്നെ ഔഷധത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു. ഇങ്ങനെയെല്ലാം മഹത്വമുള്ള ഒരത്ഭുത ജലമാണ് സംസം. ആ സംസം കുടിച്ച് അതിൻ്റെ ബർക്കത്തെടുക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സംസം അതിൻ്റെ സ്ഥാനത്ത് പോയി കുടിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.